14-ാം രാവിലെ അടുത്ത ഗാനം ഫേവറേറ്റ് സോങ്ങുമായി ഇശൽ പ്രിയം റൗണ്ടിൽ റിയാന. റിയാന കുട്ടി, ഇശൽ പ്രിയം റൗണ്ട് അല്ലേ? ഏറ്റവും ഇഷ്ടമുള്ള സോങ്, ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്, ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് അല്ലേ?
റിയാനക്കുട്ടിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സോങ്. അപ്പോൾ എങ്ങനെ തോന്നി പാടിയിട്ട്? ഫേവറേറ്റ് സോങ്? കുഴപ്പമില്ലാണ്ട് പാടിയോ? എന്തെങ്കിലും പ്രശ്നം തോന്നിയോ? അറിയില്ല, ചോദിച്ചു നോക്കാം. അല്ലേ, നല്ല താളമുള്ളൊരു സോങ്ങൊക്കെ ആയിരുന്നു. എനിക്കിഷ്ടമായി. ഇനി പാട്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയോ? ഒന്നും അറിയില്ല. നമുക്ക് നേരെ ചോദിച്ചു നോക്കാം ഫൈസൽ സാറിൻ്റെ അടുത്ത്. ഫൈസൽ സർ, ഇശൽ പ്രിയം എന്ന റൗണ്ടിൽ ഇത് ആർക്കും ഇഷ്ടപ്പെടുന്നൊരു പാട്ട് തന്നെയാണ്. റിയാനക്ക് മാത്രമല്ല, അതിനൊരു കാരണമുണ്ട്. ഇത് പ്രത്യേകിച്ച് ഈ മാപ്പിളപ്പാട്ടുകൾ ഇപ്പോൾ വളരെ സജീവമായി നിൽക്കുന്ന വടക്കൻ കേരളത്തിൽ, കാസർഗോഡ് ഭാഗത്തൊക്കെ എല്ലാ പാട്ട് പരിപാടികളിലും ഈ പാട്ട് കേൾക്കാറുണ്ട്. എല്ലാ പരിപാടികളും കൂടുതലും മെയിൽ സിംഗേഴ്സാണ് ഇത് പാടാറുള്ളത്. ഞങ്ങൾ ആദിൽ അത്തു, ഇസ്മായിൽ തളങ്കര, കുഞ്ഞുട്ടി, ഇവരെയൊക്കെ പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട്. മാർക്കോ സാർ ഇത് കേസറ്റ് പാടിയിട്ടുണ്ട്, മാർക്കോ സാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മോൾ ആര് പാടിയാണ് കേട്ടത്? യൂസഫ് എന്ന് പറഞ്ഞൊരു സിംഗർ, കാസർഗോഡുള്ള ആൾ. അപ്പോൾ അവിടെ ഇത് അവൾ ഒറിജിനലൊന്നും കേട്ടിട്ടില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ പാട്ട് പരിപാടികളിൽ നിന്ന് കേട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ പാട്ട് ജനകീയമാണ്, നല്ലൊരു ഓളം ഉണ്ടാക്കുന്ന പാട്ടാണ്. നബി തിരുമേനിയുടെ മകൾ ഫാത്തിമ ബിവിയുടെ കല്യാണത്തെക്കുറിച്ചാണ് ഈ പാട്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു ആഘോഷത്തിൻ്റെ ഒരു മൂഡാണ് ഈ പാട്ടിന്. നല്ല ഓർക്കസ്ട്രേഷനാണ്. അതൊക്കെ കൃത്യമായി പാലിക്കുന്ന തരത്തിൽ ഈ ഇശൽ പ്രിയം എന്നുള്ള റൗണ്ടിൽ റിയാന നല്ല തിരഞ്ഞെടുപ്പാണിത്, നല്ല തിരഞ്ഞെടുപ്പാണ്. അതായത് അങ്ങനെ ഏത് സദസ്സിനെയും ഈ പാട്ട് പിടിച്ചെടുത്താൻ പറ്റുന്നൊരു പാട്ടാണ്, ഒരു ഓളം ഉണ്ടാക്കുന്ന പാട്ടാണ്, കല്യാണത്തിൻ്റെ പാട്ടെന്ന രൂപത്തിൽ. പിന്നെ മോള് പാടിയത്, മോള് പാട്ടിൻ്റെ ഒരു ഇതിലപ്പുറം ഒരു പാട്ട് തിരഞ്ഞെടുക്കാമായിരുന്നു എന്ന് ഞെട്ടിക്കൽ എന്നൊന്നും പറയാം. അത് മോളുടെ ഇഷ്ടമാണ് ഈ പാട്ട്, ഇശൽ പ്രിയമായതുകൊണ്ട്. അപ്പോൾ ആ തരത്തിൽ ആ ഒരു തിരഞ്ഞെടുപ്പ് നല്ല തിരഞ്ഞെടുപ്പ് തന്നെയാണ്. കുറച്ചുകൂടിയൊക്കെ പാടുന്നതിലാവാമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റാവില്ല. പാടുന്ന കാര്യത്തിൽ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതായിരുന്നു തോന്നുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഫൈസൽ സർ. ഷാൻ സർ. റിയാനക്കുട്ടി, എനിക്കിഷ്ടമായത് ബൈജി ചോദിച്ചില്ലേ നമുക്ക് ഈ പാട്ടിനെ പറ്റി എന്താ അറിയുന്നത്? ഒന്നും അറിയില്ല. അല്ല, പറഞ്ഞായിരുന്നു അവനെ, അങ്ങനെ പറഞ്ഞായിരുന്നു. പക്ഷെ സാറിന്റെ വാക്കുകളിലൂടെ കേൾക്കാനുള്ളൊരു, ആ ശബ്ദത്തിലൂടെ കേൾക്കാൻ, അല്ലേ റിയാന? പറയേ, അങ്ങനെ പറ. അതെ അതെ അതെ, അതുകൊണ്ട് മാത്രമാണ്. റിയാനയുടെ ടോൺ ഭയങ്കര രസമാണ് കേട്ടോ. ആ ഒരു പെക്യൂലിയർ ടോണാണ്. സാധാരണ ഒരു സിംഗർ ഈ പാട്ട് പാടുമ്പോഴുണ്ടാകുന്ന എഫക്റ്റും റിയാന ഈ പാട്ട് പാടുമ്പോഴുണ്ടാകുന്ന എഫക്റ്റും രണ്ടും വേറെയാണ്. റിയാനയുടെ ടോൺ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ടോണാണ്. റിയാന എഫക്റ്റ്. ശരി, അതന്നെ, ആ വേർഡ് തന്നെ യൂസ് ചെയ്യാം, റിയാന എഫക്റ്റ്. ആ ഒരു ടോൺ ഭയങ്കര. മോൾക്കാകെ ഈ ചില പ്ലാൻസ് വരുമ്പോൾ ആ ലോ സൈഡിലേക്ക് വരുമ്പോൾ കുറച്ചൊന്ന് ഇങ്ങനെ ഒന്ന് വേവർ ചെയ്യുന്നല്ലാതെ, പിന്നെ കുറച്ചുകൂടി ആ പ്ലാൻസ് ഒക്കെ ഒന്ന് ക്ലിയർ ആവാം എന്ന് തോന്നി. കുറച്ചുകൂടി ഇൻവോൾവ്മെന്റ് കുറച്ചുകൂടി കൊടുക്കാമായിരുന്നു ആ പാട്ടിന് എന്ന് എനിക്ക് തോന്നി. അത്രേ. താങ്ക് യു ഷാൻ സർ. രഹനത്ത. റിയാന, നല്ലൊരു സോങ്. അപ്പം നമ്മളിപ്പോൾ ഇതൊരു ലൈവിലാണെങ്കിൽ നല്ല കയ്യടി വാങ്ങാൻ പറ്റിയൊരു സോങ്. അപ്പം ഇത് റിയാന ശരിക്കും പ്രോഗ്രാമിൽ പാടാറുണ്ടോ? പാടാറില്ല. ഇല്ല, അധികം മെയിൽ സിംഗേഴ്സ്, ഞാനും തന്നെ അത്തൊക്കെ പാടുന്നതാണ് ഞാൻ കേട്ടിരിക്കണേ. അല്ലേ, ഒരു കല്യാണ ഇതിലൊക്കെ നല്ല ആ ഒരു ടൈമിലൊക്കെ മണവാട്ടിയുടെ ഒക്കെ അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ ലൈവിലും അത് പാടിയ നല്ല ഓഡിയൻസിൻ്റെ നല്ല സപ്പോർട്ട് കിട്ടുന്ന ഒരു സോങ് കേട്ടോ. എനിക്കിതിൽ മുകളിൽ പോവാം, ഹൈ പോകണം, അവിടെ മോൾക്ക് തുറന്ന് അതായിരിക്കും ആ ശബ്ദം. ഇനിയും സ്റ്റഡി ആവണ അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ, അതിലോട്ടാകുമ്പോഴൊക്കെ അത് ശരിയായിക്കോളും. അങ്ങനെ അവിടെ എപ്പോഴും പിടിക്കുന്നുണ്ട് ഹൈ വരുന്ന അവിടെ. അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളാണ്. എനിക്ക് തോന്നുന്നു കേട്ട് പഠിച്ചതിൻ്റെ ആ അനുപല്ലവിയില്ലേ, ഞാൻ അങ്ങനെ പലരും പല രീതിയിലൊക്കെ പാടിയത് അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ റിയാന വേറെ ഒരു ഇതിലാണ് അവിടെ പാടിയിരിക്കുന്നത്. അപ്പോൾ ശരിക്ക് ആര് പാടിയ കേട്ടു? അങ്ങനെ ആരാ പറഞ്ഞ? യൂസഫ് അവർ പാടിയതല്ലേ? ആ,
അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ചില സ്ഥലത്ത് ചില പ്രശ്നങ്ങളാണ്. പക്ഷേ എനിക്ക് സോങ് മൊത്തം ഇഷ്ടമായി. എനിക്ക് ഓർക്കസ്ട്രയും നല്ല പഞ്ചുണ്ടായിരുന്നു. നല്ലൊരു ശരി മോളെ, നന്നായിട്ട് പാടി കേട്ടോ. അറിയാനോ. ഓക്കെ, താങ്ക് യു റെനത്ത. പീർക്ക. റിയാന, ചെറിയ ചെറിയ പോരായ്മകളുണ്ടെങ്കിലും നന്നായിട്ടുണ്ട് മൊത്തത്തിൽ. താങ്ക് യു സർ. പല്ലവി എനിക്കിഷ്ടമായി. താങ്ക് യു സർ. അനുപല്ലവിയിൽ ചെറിയ മിസ്റ്റേക്ക്. ആകെ മൊത്തത്തിൽ നന്നായി പാടി. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സർ. റിയാനക്കുട്ടിയെ, അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ കമൻസിലൂടെ നമ്മൾ കേട്ടു അല്ലേ? ഇനി ഇതിപ്പോൾ 2 റൗണ്ട് കഴിഞ്ഞില്ലേ? ഇനി ഒരു റൗണ്ടും കൂടി ഉണ്ട്. ഇനി ഏതാ? ഇഷൽ കഹാനിയാണോ നാടകമാണോ? കഹാനി. ഇഷൽ കഹാനിയാണ്. പാട്ടൊക്കെ സെലക്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് റെഡിമണിയാക്കി വെച്ചേക്കുവാണോ? അതെ. ഓക്കെ, അപ്പം ഇനി നമുക്ക് മാർക്ക് ചോദിച്ചു നോക്കാം. ഫൈസൽ സർ, അടുത്ത പാട്ട് കൂടി പാടുമെന്നുള്ള പ്രതീക്ഷ കൂടി കണക്കിലെടുത്താണ് ഞാൻ മാർക്ക് തരുന്നത് കേട്ടോ. ഈ പാട്ട് പാടിയതിനും അടുത്തതിനുള്ള പ്രതീക്ഷയും കൂടി 26. താങ്ക് യു സർ. 30-ൽ 26 മാർക്ക്. താങ്ക് യു ഫൈസൽ സർ. ഷാൻ സർ, എല്ലാ എഫക്റ്റോട് കൂടിയും 26 മാർക്ക്. താങ്ക് യു സർ. 30-ൽ 26 മാർക്ക്. താങ്ക് യു ഷാൻ സർ. റെനത്ത 26 ആണ്. താങ്ക് യു. 26. 30-ൽ 26 മാർക്ക്. ഇനി പീർക്ക 10-ൽ എത്ര മാർക്കാണ് കൊടുക്കുന്നത്? കുറക്കുന്നില്ല, 8 തന്നെ. 10-ൽ 8 മാർക്ക്. അപ്പം നമ്മുടെ ടോട്ടൽ സ്കോർ 100-ൽ 86 മാർക്ക്. കൺഗ്രാറ്റ്സ്. നല്ല മാർക്കാണോ? നല്ല മാർക്കാണോ? കഴിഞ്ഞ പ്രാവശ്യം എത്ര കിട്ടി? 85. 85. അര മാർക്ക് നമ്മൾ കൂടുതൽ ഈ റൗണ്ടിൽ സ്കോർ ചെയ്തു അല്ലേ? ഇനി ഇഷൽ കഹാനിക്ക് എത്ര മാർക്ക് കിട്ടും? അരയൊന്നും കയറിയാൽ പോരാ, നമുക്കിനി കുറച്ചും സമയം കൂടി ഉള്ളൂ അല്ലേ ഫൈനലാവാൻ. അപ്പം ഇനി ഒറ്റ കയറ്റം വേണം മുകളിലേക്ക്. കയറൂലേ? ശ്രമിക്കാം. ശ്രമിച്ചാൽ പോരാ, ഫുൾ മാക്സിമം എഫേർട്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. സോങ്ങൊക്കെ സെലക്ട് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചേക്കുമല്ലേ? ഇനിയിപ്പോൾ അങ്ങോട്ട് ഫുൾ പ്രാക്ടീസ് അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത റൗണ്ടിൽ കണ്ടുമുട്ടാം. ഓക്കെ, ബൈ. റിയാന, ഹായ്. അപ്പം നമ്മുടെ ഇഷൽ പ്രിയം റൗണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇതാണ് ഏറ്റവും പ്രിയപ്പെട്ട പാട്ട്, അതെ. ഫേവറേറ്റ് സോങ് ആണ്. എപ്പോഴും പാടി നടക്കാറുണ്ടാ? പാടാറില്ല, കേട്ടിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ടൈം ആണ് പാടുന്നത്? ഫസ്റ്റ് ടൈം. ആഹാ, എങ്ങനെയുണ്ടായിരുന്നു? ഈ പാട്ട് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? ഇത് പ്രോഗ്രാമിലൊക്കെ കേട്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ്. സ്പീഡാണ് കുറച്ച്. ഒരു കല്യാണ പാട്ടും കൂടിയാണ്. കല്യാണ പാട്ടാണ്, ഫാത്തിമ ബീവിയുടെ കല്യാണം. അങ്ങനെ. അപ്പോൾ എന്തായാലും ഒരു 0.5 കൂടിയിട്ടുണ്ട്. നമുക്ക് 0.5 കൂടിയാൽ പോരാ, ഇനിയും ഒരു 90-95 ഒക്കെ പിടിക്കണം. ഇനി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സേഫ് സോണിൽ തന്നെ ആയിരുന്നു. പ്രാവശ്യം എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? അറിയില്ല. അപ്പോൾ എന്തായാലും ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്.